ഹായ് ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏലകൃഷി ചെയ്യുന്നതിനെ പറ്റി എങ്ങനെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്നാൽ ഈ വീഡിയോ കണ്ടു. ഈ ചേട്ടനെ കണ്ടോ? ഈ ചേട്ടനാണ് വിഷ്ണു ചേട്ടൻ. വിഷ്ണു ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടന് ഒത്തിരി പ്രായമൊന്നുമില്ല, പക്ഷേ ഈ ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ്. ഈ ഒരു പ്രായത്തിൽ, അത് ഈ ചെറുപ്രായത്തിൽ തന്നെ പുള്ളിക്ക് നല്ല കൃഷിയോട് നല്ലൊരു താല്പര്യമുള്ളൊരു ചേട്ടനാണ്. അതിൻ്റെ ആ പെർഫെക്ഷനൊക്കെ കണ്ടോ? ആ ചേട്ടൻ നല്ല രീതിയിൽ ഇത് പുള്ളി സ്ഥിരം ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് അതിൻ്റെ നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു ഏലച്ചെടി കിട്ടിയതിന് ശേഷം നമ്മളിത് നട്ട് തുടങ്ങുമ്പോൾ ഉള്ള സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കണ്ട അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ ചെടിയും നട്ട് വളർത്തുന്നത്. എന്നിട്ട് ഇത് വലിയ ചെടിയാകുന്നത് ഇതിന് ശേഷം വലിയ ചെടിയാവുകയാണ്. നമ്മളിങ്ങനെ നട്ട് ഒരു കമ്പൊക്കെ നാട്ടിക്കൊടുത്ത് ചെറിയൊരു സപ്പോർട്ടൊക്കെ ആയിട്ട് കെട്ടിവെക്കും. അതിന് ശേഷം ഇതാണ് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മളതിനെ കെട്ടിവെക്കാൻ ശേഷം ഇതുപോലെ അതിൻ്റെ ചോട്ടിൽ ചപ്പിട്ട് കൊടുക്കണം. നമ്മളവിടെ ഒരുക്കുന്ന സമയത്ത് അവിടെ നിന്ന് റെഡിയാക്കുന്ന സമയത്ത് കിട്ടുന്ന ചപ്പുകളൊക്കെ അതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. അതതിന് ഒരു സപ്പോർട്ടായിട്ട് അത് അവിടെ നിന്ന് തണലായിട്ടും വളമായിട്ടൊക്കെ മാറും. പിന്നീട് നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതാണ് മക്കളെ ഏലച്ചെടി എന്ന് പറയുന്നത്. ഇതുപോലെ ആയിത്തീരും. നമ്മളിപ്പോൾ ആ നട്ട സാധനം വളർന്നു വരുമ്പോൾ ഇതുപോലെ വളർന്നു വന്ന് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഏലത്തോട്ടമായിട്ട് മാറും. ഇതിനകത്ത് ഈ ഉണങ്ങിയ ഇലകളൊക്കെ കളഞ്ഞ് ഇച്ചിരി വൃത്തിയാക്കാനുണ്ട്. ഇത് ഏകദേശം വൃത്തിയാക്കിയൊരു സാധനമാണ്. ഇതിൽ കായും കൂടെ വന്നു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങളൊരു ദിവസം ഏലം നടാൻ വന്നതിൻ്റെ വീഡിയോ ആണ് ഇത്. ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ഇത് ഏലം എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് ഐഡിയ ഇല്ലാത്തവർക്കൊരു പുതിയ വിവരമായിരിക്കും. ഞങ്ങൾ നട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു മഴയും കിട്ടി ഗൈസ്. സന്തോഷത്തോടെ നിൽക്കുന്ന ഏലച്ചെടി കണ്ട ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പി, ഏലച്ചെടിയും ഹാപ്പി. ഏലം കൃഷി ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ വിഷ്ണു ചേട്ടൻ